ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഭാഗം ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന നമ്മുടെ സിലബസിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്സ് എന്നാണ്. സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് പുസ്തകങ്ങൾ, എഴുത്ത്, അങ്ങനെ. ഓക്കെ, സ്പോർട്സ് എന്ന് വെച്ചാൽ അറിയാം, ക്രിക്കറ്റ്, ചെസ്, ഫുട്ബോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആർട്സ് എന്ന് വെച്ചാൽ കല. ഇപ്പൊ കലയിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് നാടകം. ആ നാടകത്തിൽ കേരളത്തിന്റെ തനതായിട്ടുള്ള നാടക ശൈലിയെ കുറിച്ചാണ് നമ്മളിത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എന്റെ പേര് കിരൺ. അവിടെ ടെലഗ്രാം ചാനൽസും യൂട്യൂബ് ചാനൽസും എല്ലാം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതിന്റെ PDF എല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും, കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പൊ ഇത് വായിക്കുന്നില്ല, ഏറ്റവും അവസാനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, കാരണം ക്ലാസ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കേരളത്തിന്റെ തനത് നാടകവേദി അല്ലെങ്കിൽ നാടക ശൈലി അല്ലെങ്കിൽ കേരളത്തിന്റെ തിയേറ്റർ മൂവ്മെന്റ്. അപ്പൊ അടുത്ത ചോദ്യം, തിയേറ്റർ എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത് സിനിമ കാണാൻ പോകുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് തിയേറ്റർ. എനിക്കറിയാം, ഇവിടെ തിയേറ്റർ മൂവ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, അതായത് നാടകത്തിന് പൊതുവെ നമ്മൾ വിളിക്കുന്ന പേരാണ് തിയേറ്റർ. ഓക്കെ, അപ്പൊ തിയേറ്റർ മൂവ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് നാടകത്തിന്റെ വളർച്ചയെ കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഓക്കെ, എങ്കിൽ നമുക്ക് കാര്യം നോക്കാം. ഈ നാടകം എന്ന് പറയുന്നത് തനത് നാടകവേദി ആദ്യം ഉണ്ടായതാണോ അതോ പിന്നീട് ഉണ്ടായതാണോ? സർ, മനസ്സിലായില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് സാഹിത്യം എടുക്കാം. സാഹിത്യത്തില് ആദ്യം എഴുതുമ്പോൾ നമ്മൾ ഇന്ന് 2026 കാണുന്ന രീതിയിലുള്ള എഴുത്തായിരിക്കും ഉണ്ടാവുക? അല്ല. കറക്റ്റ് അല്ലേ? ആദ്യം എഴുതുമ്പോൾ അത് സംസ്കൃതത്തിന്റെ ഒരു വളരെ ഇഫക്റ്റ് ഉണ്ടാവുന്ന ഒരു എഴുത്തായിരിക്കും ആദ്യം ഉണ്ടാവുക. പിന്നീട് അതിലേക്ക് രാമാനുജൻ എഴുത്തച്ഛൻ വരുന്നു, മലയാളത്തിന്റെ പിതാവ്, മലയാള ഭാഷയുടെ പിതാവ്. അദ്ദേഹം മലയാളം ഉണ്ടാക്കുന്നു. ഓക്കെ, നമ്മൾ കാണുന്ന രീതിയിൽ. പിന്നെ അതിലേക്ക് എഴുത്തുകാരും കവികളും എല്ലാവരും വരുന്നു. ഓക്കെ, പ്രാചീന കവിത്രയം വരുന്നു, ആധുനിക കവിത്രയം വരുന്നു. ഇപ്പൊ എന്താ സാർ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ തനത് നാടകവേദി അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി തനതായിട്ടുള്ള ഒരു കാര്യം, കേരളത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കലകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുരാതന കാലത്തേക്കാണ് സാധാരണഗതിയിൽ പോവുക. കറക്റ്റ് അല്ലേ? ഓക്കെ, അതിനുശേഷമാണ് ആധുനികം വരിക, പുതിയ രീതിയിൽ കാര്യങ്ങൾ വരിക. ഇവിടെ ഉൾട്ടയാണ്. ഓക്കെ, ആദ്യം നമ്മൾ യൂറോപ്യൻ രീതിയിൽ, ആധുനിക രീതിയിലുള്ള നാടകമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. കുറെ കഴിഞ്ഞപ്പോ ഒരു 1960-കളിൽ എത്തിയപ്പോ കേരളത്തിലുള്ള കുറച്ച് വിഭാഗക്കാർ പറഞ്ഞു, നമുക്ക് ഈ യൂറോപ്യൻ രീതിയിലുള്ള നാടകശൈലി നമുക്ക് വേണ്ട. ഓക്കെ, ആ രീതിയിലുള്ള മോഡേൺ സാധനം വേണ്ട, നമുക്ക് കേരളത്തിന്റെ തനതായിട്ടുള്ള പുരാതനമായ കാലഘട്ടത്തിലേക്ക് പോകാം. എന്നിട്ട് അവിടെ എങ്ങനെയാണോ നാടകം കളിച്ചത് അതുപോലെ നമുക്ക് നാടകം കളിക്കാം. അത് നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാണ് തനത് നാടകവേദി അല്ലെങ്കിൽ തനത് നാടക ശൈലി അല്ലെങ്കിൽ കേരളത്തിന്റെ തിയേറ്റർ മൂവ്മെന്റ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? എങ്കിൽ കേരള തിയേറ്റർ മൂവ്മെന്റ് വളരെ പണ്ട്, അതായത് 1800-കളിലോ 1900-കളിലോ ഒന്നും നടന്ന ഒരു പരിപാടിയല്ല. 1960, 2026 ഓക്കെ, 40 വർഷമായ 2000 26, അതായത് ഒരു 66 വർഷമേ ആയിട്ടുള്ളൂ. ഒരു മനുഷ്യൻ ജനിച്ചിട്ട് മരിച്ചിട്ട് കൂടിയില്ല. ഓക്കെ, ഒരു 100 വയസ്സ് ജീവിക്കുമെന്ന് വിചാരിക്കൂ, എങ്കിൽ ജനിച്ചു കഴിഞ്ഞിട്ട് മരിച്ചിട്ട് കൂടിയില്ല. ഇപ്പോൾ ആ സിസ്റ്റം അവിടെ ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇത് പുതിയൊരു സിസ്റ്റമാണ്. എങ്കിൽ പണ്ടത്തെ സിസ്റ്റം എന്താണ്, ആദ്യം നാടകം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ യൂറോപ്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ നാടക രീതികളെ നമ്മൾ അനുകരിക്കാതെ കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി കലാരൂപങ്ങളുണ്ട്. കേരളത്തിന്റെ സ്വന്തം കലാരൂപമായിട്ടുള്ള കഥകളി, കൂടിയാട്ടം, തെയ്യം, പടയണി, കാക്കാരിഷി നാടകം, ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതിലെല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ചെറിയ ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു കേരളം തനതായിട്ടുള്ള ആർട്സ് ആണ്, കേരളത്തിൽ തനതായിട്ടുള്ള കലകളാണ്. ഈ കലകളെ എങ്ങനെ നാടകത്തിൽ ഉൾപ്പെടുത്താം, ഓക്കെ, എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ നാടോടി രൂപങ്ങളുടെ ഒരു ഫ്യൂഷൻ, ഒരു കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് കേരളത്തിന്റെ തനത് നാടകവേദി. ഓക്കെ, ഒരു 1960-കൾ വരെ മലയാളത്തിലുണ്ടായ നാടകങ്ങൾ തോപ്പിൽ ബാസി ലീഡ് ചെയ്യുന്ന നാടകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. തോപ്പിൽ വാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ KPSC എന്ന് പറയുന്ന നാടക പ്രസ്ഥാനത്തിന്റെ തന്നെ സ്ഥാപകനാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് KPSC ലളിത എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ അവരൊക്കെ നാടകത്തിലൂടെ സിനിമയിലേക്ക് വരുന്ന ആളുകളാണ്.
എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു 60s 70s ഒരു 80s വരെ ഒക്കെ സിനിമയിലേക്ക് ആളുകളെ എടുക്കുന്നത് നാടകത്തിൽ നിന്നായിരിക്കും. ആദ്യം നാടകത്തിലോട്ട് വരും, എന്നിട്ടാണ് സിനിമയിലോട്ട് വരിക. ഇങ്ങനെയാണ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ സിനിമയോട് കിടപിടിക്കുന്ന രീതിയിൽ ഒക്കെ ഒരുപാട് നാടകങ്ങൾ സിനിമയായിട്ടുണ്ട്. KPSCയുടെ തന്നെ ഒരുപാട് നാടകങ്ങൾ സിനിമയായിട്ടുണ്ട്. ഈ നാടകങ്ങളെല്ലാം യൂറോപ്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ നാടക രീതികളെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതില് തോപ്പിൽ ഭാസിയുടെ KPS നാടകങ്ങളുണ്ട്, CN ശ്രീകണ്ഠൻ നായരുടെ റിയലിസ്റ്റിക് നാടകങ്ങളുണ്ട്. ഇവരൊക്കെ ഉണ്ട്. ഇവർ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയലിസ്റ്റിക് ശൈലി ഉള്ളവ എന്ന് വിളിക്കുന്നത്. സർ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമുക്ക് 2026 സിനിമകൾ എടുക്കാം. ഓക്കെ, തമിഴ് സിനിമ, തെലുഗു സിനിമ, അതേപോലെ കന്നഡ സിനിമ, ഹിന്ദി മൂവീസ്, ഇതെല്ലാം നമുക്ക് എടുക്കാം. ഇതിൽ നിന്ന് കേരളത്തിന്റെ മലയാള സിനിമ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ ആ വാക്ക് നിങ്ങൾക്ക് അവിടെ മനസ്സിലായ റിയലിസ്റ്റിക് ആയിരിക്കും. നമ്മൾ ചിലപ്പോ ഒരുപാട് 10-20 പേരെ ഇടിച്ചു എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ നായകൻ അമാനുഷികനാവുന്ന രീതിയിലോ, അല്ലെങ്കിൽ നമ്മൾ വൻ പകിട്ടുള്ള, അതായത് 10 ഐറ്റം സോങ് വെച്ചിട്ടുള്ള കാര്യങ്ങളോ, അങ്ങനൊന്നും നമ്മുടെ മൂവീസിൽ ഉണ്ടാവില്ല. നമ്മുടെ മൂവീസ് വളരെ റിയലിസ്റ്റിക് ആയിരിക്കും. അഭിനയിക്കുകയാണ് എന്ന് തോന്നരുത്. ഓക്കെ, അഭിനയമാണ് എന്ന് ഫീൽ ചെയ്യരുത്. ഓക്കെ, ജീവിക്കുകയാണെന്ന് ഫീൽ ചെയ്യണം. ഒരു റിയലിസ്റ്റിക് ആക്ടിങ് ആയിരിക്കണം വരേണ്ടത്. പക്ഷെ മറ്റു ഭാഷയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആക്ട് ചെയ്യാണ് എന്ന് ഫീൽ ചെയ്യണം. ഓക്കെ, ആക്ടിങ് കുറച്ചുകൂടി എന്തായിരിക്കും, അത് ആക്ടിങ് ആണ് എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി എക്സ്പ്ലോസീവ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്കിൽ ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ എന്ന നിലയിൽ കേരളത്തിന്റെ സിനിമ ഇപ്പോഴും വളരെയധികം പ്രശസ്തമാണ്. കറക്റ്റ് അല്ലേ? ആ രീതിയിലുള്ള നാടകങ്ങളായിരുന്നു തോപ്പിൽ ഭാസിയുടെയും ശ്രീകണ്ഠൻ നായരും ഒക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അതാണ് സാർ തനത് നാടകവേദി. ഞാൻ തനത് നാടകവേദിക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ നാടകങ്ങളെ കുറിച്ച്, KPSCയെ കുറിച്ച് നമ്മൾ വേറെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നതായിരിക്കും. നമുക്ക് പഠിക്കാനുള്ളത് കേരള തനത് നാടകവേദിയാണ്. എങ്കിൽ ഇത്ര നേരം കഥ പറഞ്ഞാൽ എന്താ മനസ്സിലായത്? 1960 വരെ റിയലിസ്റ്റിക് നാടക ശൈലിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട മഹാന്മാരായ രണ്ടുപേരുടെ പേര് നമുക്കറിയാം. ഒന്ന് തോപ്പിൽ ബാസി, ഒന്ന് ശ്രീകണ്ഠൻ നായർ. ഓക്കെ അല്ല? സോ ഇവരുടെ നാടകങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? ആക്ച്വലി റിയലിസ്റ്റിക് നാടകങ്ങളായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് തനത് നാടകവേദി കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാണ് തനത് നാടകവേദി കൊണ്ടുവരിക? ഈ യൂറോപ്യൻ ശൈലിയെ മാറ്റിയതിനു ശേഷം കേരളത്തിന് സ്വന്തം ശൈലി കൊണ്ടുവരണം. കേരളത്തിന് സ്വന്തം ശൈലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കലാരൂപങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക? ഒന്ന് കഥകളി, കൂടിയാട്ടം, തെയ്യം, പടയണി, കാക്കരിശ് നാടകം എന്നിങ്ങനെ ക്ലാസിക്കൽ നാടോടി കലാരൂപങ്ങളുടെ തനിമ ഉൾക്കൊള്ളുകൊണ്ട് അതേ കലാരൂപത്തെ എങ്ങനെ നാടകത്തിലേക്ക് ഉൾപ്പെടുത്താം എന്ന രീതിയിൽ കൊണ്ടുവന്നാൽ അതിന്റെ പേരാണ് തനത് നാടകവേദി അല്ലെങ്കിൽ തനത് നാടക ശൈലി. തനത് നാടക ശൈലിയെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് KPSC നാടകം നമുക്ക് നോക്കാം. ഇതൊരു നാടകമാണ്. ഇപ്പൊ ഇവിടെ നാടകത്തിൽ സ്റ്റേജ് ഉണ്ട് ഇല്ലേ? ഓക്കെ, അവിടെ ഒരു വീടിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന, അവിടെ ഒരു ചെയർ ഉണ്ട്. ഒരു എന്താ പറയാ എന്താണ് മൊത്തം സ്റ്റേജിനെ അവർ കൃത്യമായിട്ട് എങ്ങനെയാണോ സിറ്റുവേഷൻ ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ സിറ്റുവേഷൻ ഉള്ളത് എന്തായിരുന്നു വെച്ചാൽ, ഈ നാടകം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകമാണ്. അപ്പൊ അവിടെ അതൊരു ഇല്ലമാണ്, അല്ലെങ്കിൽ അത് വലിയ ഒരു സ്ഥലമാണ്. അവിടെ നിൽക്കുന്ന ആളൊരു കുടിയാനാണ്. ഓക്കെ, അതിന്റെ അപ്പുറത്ത് രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന ആൾ എങ്ങനെയുള്ള ആളാണ്? ആക്ച്വലി ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു ബ്രാഹ്മണനായിരിക്കാം, നല്ല ആണ് എന്ന രീതിയിൽ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇവര് ഡയലോഗ്സ് പറയുമ്പോൾ എന്തെങ്കിലും വളരെ ആശ്ചര്യപരമായ ഡയലോഗാണ് ടിങ്. ഓക്കെ, പിന്നെന്താ മ്യൂസിക്, ഇതെല്ലാം വരണം. സിനിമയുടെ ഒരു ചെറിയ രൂപമാണ്. ചെറിയ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണും. ഇത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് കാണുന്ന രീതിയിലുള്ള സംഭവത്തെ വിളിക്കുന്നവരാണ് നാടകം. ഈ നാടകങ്ങൾ, അതായത് നമ്മൾ ജീവിക്കുന്ന വീടും പരിസരവും അതേപോലെ എന്ത് ചെയ്യുന്നു, സ്റ്റേജിൽ സെറ്റ് ഇട്ട് കാണിക്കുന്നു. സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ കലകളിൽ നിന്ന് നമ്മൾ എടുത്ത രീതിയാണ് നമ്മുടെ നാടക രീതി ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ ഒരു കൂട്ടം നാടക പ്രവർത്തകർക്ക് എന്ത് തോന്നി? ഇങ്ങനെ നമ്മൾ സെറ്റ് ഇട്ട് വെച്ചിട്ട് ഒരു മുറിക്കുള്ളിൽ നമുക്ക് നാടകത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല. നാടകങ്ങൾ എവിടെ വേണമെങ്കിലും പോകണം.
അപ്പൊ മൈൻഡിലേക്ക് ആദ്യം വരിക തെരുവ് നാടകമായിരിക്കും. തെരുവ് നാടകം നമ്മൾ എങ്ങനെയാ കളിക്കുക? വലിയ സ്റ്റേജ് ഉണ്ടാവോ? ഇല്ല. നിങ്ങളിപ്പോ ആരെങ്കിലും ഒക്കെ തെരുവ് നാടകം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഒരു മരത്തിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തോ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു നാടകം കളിക്കുമ്പോൾ ഒരു പ്ലെയിന് പോണു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയാ കേരളത്തിന്റെ എന്താ പറയാ KPSC രീതിയിലൊക്കെ ആണെങ്കിൽ ഫ്ലൈനിന്റെ ഒരു എന്താ പറയാ സെറ്റേ ഉണ്ടാക്കിയിട്ട് ഫ്ലൈൻ പോകുന്നു എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക് ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോ തെരുവ് നാടകം കളിക്കാൻ പോകുമ്പോൾ അവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവില്ലല്ലോ. എങ്കിൽ ഫ്ലൈൻ പോകുന്നു എന്നത്, അതിൽ ഇരിക്കുന്നു എന്നത്, അവിടെ ഇരിക്കുന്ന നടീനടന്മാർ അവരുടെ എന്താ ആംഗ്യത്തിലൂടെയും ഭാവത്തിലൂടെയും ഒക്കെ പിന്നെന്താ അഭിനയത്തിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അപ്പൊ സിസ്റ്റം മനസ്സിലായി. നമ്മുടെ തനത് നാടക ശൈലിയിൽ ഇത്ര വലിയ സെറ്റ് ഉണ്ടാവില്ല. എല്ലാം വളരെ കുറവായിരിക്കും. കുറവായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമായ രീതിയിലുള്ള സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. അഭിനയത്തിനാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ നോക്കൂ. നമ്മുടെ തനത് കലകളായിട്ടുള്ള കഥകളി, കൂടിയാട്ടം, തെയ്യം, പടയണി, കാക്കരശ്ശി നാടകം എന്നിവയ്ക്ക് വലിയ വലിയ സെറ്റുകൾ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ അവരുടെ അഭിനയമായിരിക്കും എന്താ ഇമ്പോർട്ടൻസ്. അഭിനയത്തിലൂടെ, കണ്ണിന്റെ അഭിനയത്തിലൂടെ, ആംഗ്യത്തിലൂടെ, കൈകളുടെ കാര്യത്തിലൂടെ, കാലുകളുടെ മൂവ്മെന്റിലൂടെ, ശരീരത്തിന്റെ മൊത്തം മൂവ്മെന്റിലൂടെ നമ്മൾ എന്തു പറയുന്നതായിരിക്കും? എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കറക്റ്റ് അല്ലേ? ഇപ്പൊ സിനിമയിൽ അങ്ങനെയാണോ? അല്ല. ഓക്കെ, സിനിമയിൽ ഒരു നടീനടന്മാരുടെ അഭിനയത്തിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് അതിന് ചുറ്റുപാടുള്ള സെറ്റ്, അതിന്റെ മ്യൂസിക്, ഓക്കെ, അതിന്റെ പശ്ചാത്തല സംഗീതം, അതായത് പാട്ടുകൾ, മ്യൂസിക്, പശ്ചാത്തല സംഗീതം, എഡിറ്റിംഗ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഓക്കെ, അത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ അതൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന ആക്ച്വലി കേരളത്തിന് തനതായിട്ടുള്ള നാടകവേദി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ഒരു കൂട്ടം നാടക പ്രവർത്തകർ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ നാടക ശൈലിയുടെ പേരാണ് തനതു നാടക ശൈലി എന്ന് പറയുന്നത്. അപ്പൊ തനത് നാടക ശൈലിയിൽ ഇപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ നാടകമാണ്, ക്വസ്റ്റ്യൻ വരുന്നതാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന KPSCയുടെ നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ഇങ്ങനെയുള്ള നാടകം ഉണ്ടാവുമോ? ഇല്ല. ഇത്രയും കാര്യം ഒക്കെ അല്ലേ? എങ്കിൽ തനത് ശൈലിയിൽ ഒരു നാടകത്തെ നാടകം എന്ന് വിളിക്കണമെങ്കിൽ എന്താ സാർ ഉണ്ടാവുക? ഒരു തനത് നാടകമാണ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണം. എങ്കിൽ എന്താ ഉണ്ടാവുക? നമ്പർ 1, നാടോടി ക്ലാസിക്കൽ കലകളുടെ സ്വാധീനം ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, നമ്മുടെ തനത് കലകളായിട്ടുള്ള തെയ്യം, പടയണി, മുടിയേറ്റ്, കഥകളി, കൂടിയാട്ടം, കാക്കരിശ്ശി നാടകം, പാക്കനാറാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുരാതനമായിട്ടുള്ള കേരളത്തിന് സ്വന്തമായിട്ടുള്ള ക്ലാസിക്കൽ കലകളുടെ സ്വാധീനം തനത് നാടകത്തിന് ഉണ്ടാവണം. ഓക്കെ, ആധുനികമായിട്ടുള്ള രീതിയിലേക്കല്ല പോവുക. കറക്റ്റ്. നമ്പർ 2, ശരീരഭാഷയ്ക്കും താളത്തിനുമായിരിക്കും പ്രാധാന്യം. ഇപ്പൊ നാടകത്തിൽ നമ്മൾ ഡയലോഗ് ആയിരിക്കും പറയാ, നീ എന്താ വന്നില്ല, ഓക്കെ, 100 തടവ സ്വന്ന 100 തടവ സ്വന്ന മാതിരി. അങ്ങനെ നാടകത്തിൽ പറയുമോ? നാടകത്തിൽ അങ്ങനൊന്നും പറയില്ല. ഞാൻ എക്സാമിന് വേണ്ടി പറഞ്ഞാണ്. ഓക്കെ അല്ലെ? ഡയലോഗ്, സംഭാഷണങ്ങളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. കറക്റ്റ് അല്ലേ? ഇവിടെ സംഭാഷണങ്ങൾക്കല്ല പ്രാധാന്യം. നടന്മാരുടെ ചലനങ്ങൾ, നൃത്ത ചുവടുകൾ, ശരീരത്തിന്റെ വഴക്കം എന്നിവയ്ക്കാണ് പ്രാധാന്യം. ഡയലോഗുകൾ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള നാടകമല്ല ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോ നമ്മളൊരു KPSC നാടകം കാണാൻ വേണ്ടി പോയി. അവിടെ പശ്ചാത്തല സംഗീതം ഉണ്ടാവും, ഓർക്കസ്ട്രയെ പിന്നിൽ ഉണ്ടാവും. ഓക്കെ അല്ലെ? അവിടെ നിന്ന് മ്യൂസിക് വായിക്കും, വയലിൻ വായിക്കും, എല്ലാം ചെയ്യും. അങ്ങനെയുള്ള പാട്ടും വാദ്യോപകരണങ്ങളും സിനിമാ സ്റ്റൈൽ മ്യൂസിക്കും ഒന്നും തനത് നാടക ശൈലിയിൽ ഉണ്ടാവില്ല. നമ്മുടെ തനതായിട്ടുള്ള ചെണ്ട, മദ്ദളം, ഈളത്താളം, തുടി എന്നീ പറയുന്ന എന്താ ഉണ്ടാവുക? വാദ്യോപകരണങ്ങൾ, കേരളീയ വാദ്യോപകരണങ്ങൾ, പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള നാടൻ പാട്ടിന്റെ ഈണങ്ങൾ എന്നിവയാണ് സ്റ്റേജിൽ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഓക്കെ, ലളിതമായ അരങ്ങായിരിക്കും, മിനിമലിസ്റ്റിക് സ്റ്റേജ് ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു രാജാവിന്റെ കഥ നടക്കാൻ വേണ്ടി പോവുകയാണ്, നടന്നൂടെ? രാജാവ്, റാണി, അങ്ങനെ കഥ നടന്നൂടെ? അപ്പോ എന്താ പറയാ, യൂറോപ്യൻ മോഡലുള്ള നാടകമാണെങ്കിൽ അല്ലെങ്കിൽ KPSC നാടകമാണെങ്കിൽ അവിടെ കൊട്ടാരം ഇട്ടിട്ടുണ്ടാവും, വീടുകൾ സെറ്റ് ഉണ്ടാവും, രാജാവിന് വലിയ സംഭവം ഉണ്ടാവും, പാവപ്പെട്ട അങ്ങനെ ഉണ്ടാവും. ഇവിടെ തനത് നാടക ശൈലി അതൊന്നിന്റെ ആവശ്യമില്ല. ഓക്കെ, ഒരു നിലവിളക്കോ ചെറിയൊരു തുണിയോ, ഏവനിക എന്ന് പറയും ആ തുണി ഉപയോഗിക്കുക. ഏവനിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കർട്ടൻ ഇടുക, കർട്ടൻ വിടുക എന്ന് പറയില്ലേ? ഒക്കെ അങ്ങനത്തെ തുണിയാണ്, അത് ഉപയോഗിക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം അഭിനയ മികവിലൂടെ കാണിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ അവിടെ രാജകൊട്ടാരത്തിലാണ് നടക്കുന്നത്, രാജാവാണ്, ഇവിടെ ഇത്രയും കാര്യങ്ങളും ഉണ്ട്, ഇത് വളരെ എന്താ പോഷ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നതെല്ലാം സ്റ്റേജിലൂടെയല്ല, ഓക്കെ, അരങ്ങിലൂടെയല്ല, സെറ്റിലൂടെയല്ല,
നടന്റെ അഭിനയ മികവിലൂടെയാണ് കാണിച്ചു കൊടുക്കുന്നത്. എങ്കിൽ ഈ തനത് നാടക ശൈലിയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ളവരും, പാട്ടുപാടാൻ അറിയുന്നവരും, ഡാൻസ് ചെയ്യാൻ അറിയുന്നവരും, ശരീരത്തിന്റെ മൊത്തം ഭാഗങ്ങൾ ഉപയോഗിച്ച് മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഓക്കെ, ഇങ്ങനെ വരുന്ന നടന്മാർക്ക് അവർ അഭിനയത്തിൽ വളരെ എന്ത് ചെയ്യും, മുന്നിലേക്ക് നിൽക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഭരത് ഗോപി, പിന്നെന്താ KPSC ലളിത മാം, അവർ KPSC യിലാണെങ്കിലും ഈ രീതിയിൽ അഭിനയിക്കാൻ അവർക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ പറ്റുന്നതായിരിക്കും. മനസ്സിലായോ? ഇങ്ങനെയുള്ള നടന്മാരുടെ അഭിനയം എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് ഡയറക്ടർക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നും വരില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രധാനപ്പെട്ട ഈ നമ്മുടെ നൂറ്റാണ്ടിലെ വലിയൊരു നടനായിട്ടുള്ള കമൽ ഹാസൻ പോലും എന്താ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ നാടകങ്ങൾ ചെയ്ത് അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി അഭിനയത്തിന്റെ വിവിധ രീതികൾ പഠിച്ച് എന്നിട്ടാണ് സിനിമയിൽ കൂടുതലായിട്ട് ബെറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? കാരണം മൂവിയിൽ മാത്രം ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, എനിക്ക് മനസ്സിലായി. കാരണം ആക്ടിങ്ങിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഒരുപാട് സെക്ടേഴ്സിന് അവിടെ ഉപയോഗിക്കാൻ പറ്റും. അത് എഡിറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി, ക്യാമറ വർക്ക് ആയിരിക്കാം, പശ്ചാത്തല സംഗീതമായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഈ തനത് നാടക ശൈലിയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിനയമാണ് അവിടെ കാണിക്കാൻ പോകുന്നത്. സ്റ്റേജിൽ അങ്ങനെ ഒന്നുമില്ല. സ്റ്റേജിൽ ആ ഒരു വിളക്കേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ എന്താണ് ഡയറക്ടർ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കഥ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കേൾപ്പിച്ചിരിക്കണം, അവിടെ അറിയിപ്പിച്ചിരിക്കണം. എങ്കിൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് കിട്ടണം. കറക്റ്റ് അല്ലേ? വലിയ ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട് ഇവർക്ക്, അല്ലെങ്കിൽ എടുത്തോ പിടിച്ചോ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, തനത് നാടകശൈലിയിൽ അഭിനയിക്കുന്നവർക്കാണോ കൂടുതൽ അഭിനയത്തിന്റെ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്, അതോ KPSC പോലെ നാടകങ്ങൾ അഭിനയിക്കുന്നവർക്കാണോ ഈ തനത് നാടകശൈലി അഭിനയിക്കുന്നവർക്ക്, റിയലിസ്റ്റിക് അതായത് മിനിമലിസ്റ്റിക് സ്റ്റേജിൽ അഭിനയിക്കുന്നവർക്ക്? മനസ്സിലായോ? ഇനി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അവാർഡ് മൂവീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറെ മൂവീസിനെ തരംതിരിച്ചു വെച്ചിട്ടുണ്ടാവും. അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് ദൂരം 1 കിലോമീറ്റർ ദൂരം വരുവാണെങ്കിൽ അവിടെ നിന്ന് വന്ന് ഇവിടെ എത്തുന്ന വരെ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ മോഷൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, ആരും ഒന്നും കാണില്ല. മനസ്സിലായോ? ഓക്കെ, എങ്കിൽ അങ്ങനെ നമ്മൾ ക്യാപ്ചർ ചെയ്യും നമ്മൾ അവാർഡ് മൂവീസ് എന്ന് പറയില്ലേ. അപ്പോ ഒരുവിധം ജനങ്ങൾക്കിടയിലേക്ക് പെട്ടെന്ന് എത്തുന്ന നാടക ശൈലികളാണ് KPSCയുടെ റിയലിസ്റ്റിക് നാടക ശൈലികൾ. ഓക്കെ, പക്ഷെ ജനങ്ങൾക്കിടയിലേക്ക് പെട്ടെന്ന് എത്താൻ മുമ്പോ എന്ത് ചെയ്യണം, കാര്യം മനസ്സിലാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു അവാർഡ് മൂവി പോലെയുള്ളതാണ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള നാടകശൈലി, തനത് നാടകശൈലി. ക്ലിയർ? ഒരുവിധം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു സാധാരണ നാടകം എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മഴ പെയ്യുന്നു കാണിക്കാൻ വേണ്ടി പോകണം. അപ്പൊ സ്റ്റേജിലേക്ക് വെള്ളം വീഴ്ത്താം. ഓക്കെ, അല്ലെങ്കിൽ വലിയ ശബ്ദം ഇടിയുടെ ഒക്കെ ശബ്ദം കേൾപ്പിക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ തനത് നാടകത്തില് നടൻ വെള്ളം വീഴ്ത്തുന്നുള്ള ആള്. ഓക്കെ, നടൻ തന്റെ ശരീരത്തിന്റെ ചലനങ്ങളിലൂടെ മഴ പെയ്യുകയാണ്, നനഞ്ഞു. ഓക്കെ, പിന്നെന്താ, എനിക്കിവിടെ നല്ല തണുപ്പുണ്ട്, തണുക്കുന്നു, എന്റെ ഡ്രസ്സ് മാറി എന്നൊക്കെ പറഞ്ഞ് കൈമുദ്രകളിലൂടെ കാണിക്കണം. ഓക്കെ അല്ല? നമ്മൾ ആകെ ഉപയോഗിക്കാൻ പോകുന്നത് ചെണ്ട, മദ്ദളം, ചെണ്ട, തുടി, അങ്ങനത്തെ കാര്യങ്ങളല്ലേ. ആ തുടിയുടെ മുഴക്കത്തിലൂടെ, തുടി എന്ന് പറഞ്ഞാൽ അടിക്കുന്ന സാധനം. ഓക്കെ അല്ല? അതിന്റെ മുഴക്കത്തിലൂടെ അവിടെ കടുത്ത മഴ പെയ്യുകയാണെന്ന് പ്രഷർ തോന്നിപ്പിക്കും. അപ്പൊ കൂടുതൽ പണിയുണ്ട്, ഇവിടെ വർക്ക് ചെയ്യണം. ഓക്കെ, അവിടെ വെള്ളം വീണു, മഴയാണെന്ന് മനസ്സിലായി, അപ്പൊ അതിനനുസരിച്ച് ആക്ട് ചെയ്താൽ മതി. ഇവിടെ ആക്ടിങ്ങിന്റെ അളവ് കൂടുതലായിരിക്കും, കാരണം വെള്ളമില്ല, ഒന്നുമില്ല. മനസ്സിലായോ? അപ്പൊ അത് വലിയ മഴയാണോ, ചെറിയ മഴയാണോ, നന്നായി നനഞ്ഞോ, കാല് നനഞ്ഞോ, ഓക്കെ, തണുക്കുന്നുണ്ടോ എന്നെല്ലാം അറിയണമെങ്കിൽ എന്ത് വേണം, നടൻ അല്ലെങ്കിൽ നടി അഭിനയിച്ചത് കാണിക്കണം. ആകെ തുടിയുടെ മുഴക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ റിയലിസ്റ്റിക് നാടകത്തിലാണെങ്കിലോ മഴ പെയ്യുന്നുണ്ടാവും, കുറച്ച് നനയും. അപ്പൊ അയ്യോ ഞാൻ നനഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നനയൊന്നും, അയ്യോ എന്റെ ദേഹം മൊത്തം നനഞ്ഞു, തണുക്കുന്നു എന്ന് പറഞ്ഞാൽ തണുത്തു എന്നും ആളുകൾക്ക് മനസ്സിലാവും. വളരെ ഈസിയാണ്. അതിന് അതിൻ്റെതായ ടഫ്നെസ് ഉണ്ട്, അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ തനത് നാടക ശൈലിയുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈസി ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ,
ഇത്രയും കാര്യമൊക്കെ അല്ല. എങ്കിൽ ഇത് എങ്ങനെയാണ് ഈ തനത് നാടക ശൈലിക്ക് എത്തിയത്? മലയാള നാടക ചരിത്രത്തിന്റെ നാഴികക്കല്ലുകളെ കുറിച്ച് നമുക്ക് നോക്കിയാലോ? അപ്പൊ നമുക്ക് തുടക്കം നോക്കാം. സംഗീത നാടക കാലഘട്ടം എന്നാണ് എന്ന് പറയാം. ഈ സമയത്തെല്ലാം പാട്ടിലൂടെയാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ 1882 വന്നു. ഓക്കെ. തമിഴ് സംഗീത നാടകങ്ങളുടെ സ്വാധീനമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ആ കേരളത്തിൽ നിന്ന് അതിൽ നിന്നും മാറിയതിനു ശേഷം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നാടകമായിട്ടുള്ള മണിപ്രവാള ശാകുന്തളം. ശാകുന്തളം എന്ന് പറയുന്നത് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയാണ്. വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ്. ഓക്കെ അല്ലെ? അതിന് നമ്മുടെ കേരളോർമ്മ വലിയ കോയി തമ്പുരാൻ മണിപ്രവാള ശാകുന്തളം എന്ന രീതിയിൽ ആദ്യത്തെ ലക്ഷണമൊത്ത നാടകമായിട്ട് കൊണ്ടുവന്നു. ഓക്കെ. ഇനി കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ഒരു സംസ്കൃതത്തിന്റെ രീതിയിൽ വരുന്ന ഒരു സമീപമാണ് മണിപ്രവാള ശൈലി ഉണ്ടായിരുന്നത്. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് മുഴുവനായിട്ട് ഇത് മലയാളമാണ് എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. സംസ്കൃതത്തിന്റെ ഒരുപാട് ഇഫക്റ്റ് ഏതിലുണ്ടായിരുന്നു? നമ്മുടെ ഈ കേരളമോ വലിയ കോയി തമ്പുരാൻ എഴുതിയ മണിപ്രവാള ശാകുന്തളം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ വന്നപ്പോ ഇത് മൊത്തം സംസ്കൃതത്തിന് സ്വാധീനം കുറച്ച് കൂടുതലാണല്ലോ, ഇത് നമുക്ക് കുറച്ച് കുറയ്ക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കേരളമോ വലിയ കോയി തമ്പുരാന്റെ അനന്തരവനും വൈയാകരണുമായ, ഓക്കെ, എന്ന് വെച്ചാൽ എന്താ, പുസ്തകങ്ങളെ ഈ വ്യക്തമായിട്ടുള്ള അറിവുള്ള AR രാജരാജവർമ്മ, അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് കേരള പാണിനി. അപ്പൊ കേരള പാണിനി ആയിട്ടുള്ള AR രാജരാജവർമ്മ ഇതേ കൃതിയില്, ഏത് കൃതിയില്, കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ മണിപ്രവാള ശാകുന്തളം എന്ന കൃതിയില് സംസ്കൃതം കൂടുതലാണ് എന്ന് ഫീൽ ചെയ്തിട്ട് അതിനെ മലയാളത്തിലേക്ക് കുറെ കൂടി എന്ത് ചെയ്തു, ലഘൂകരണം കൊണ്ടുവന്നു. ഓക്കെ. അപ്പൊ ഈ പരിഭാഷയെല്ലാം ചെയ്തതോടെ മാളവികാഗ്നിമിത്രം, ഇത് നമ്മുടെ കാളിദാസന്റെ കൃതിയാണ്, ഉത്തമ രാമചരിതം എന്നീ പറയുന്ന സംസ്കൃത നാടകങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. ഇപ്പോൾ 1882, 1900, 1882, 1900 ഈ സമയത്ത് കേരളത്തിൽ സംസ്കൃത നാടകങ്ങളാണ് പൊതുവെ അരങ്ങേറുന്നത്. അത് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ. കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം, അല്ലെങ്കിൽ കാളിദാസന്റെ മാളവികാഗ്നിമിത്രം, അല്ലെങ്കിൽ രാമായണത്തിലെ ഉത്തര രാമചരിതം എന്നീ പറയുന്ന സംസ്കൃത നാടകങ്ങളുടെ ഇഫക്റ്റ് ആണ് മലയാളത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ. നാടകവേദി എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ നാടകവേദി സംഗീത നാടക കാലഘട്ടമായിട്ടുണ്ടായിരുന്ന തമിഴ് സംഗീത നാടകങ്ങളുടെ സ്വാധീനത്തിൽ എന്ത് ചെയ്തു, മാറി കേരളത്തിന് സ്വന്തമായ രീതിയിൽ സംസ്കൃത നാടകം എന്ത് ചെയ്തു, എഴുതപ്പെടുന്ന രീതിയിൽ വന്നുകൊണ്ടിരുന്നു. ഓക്കെ. എങ്കിൽ ഈ വിവർത്തന മികവും മയൂര സന്ദേശത്തിന്റെ രചനയെല്ലാം കാരണം കേരളവർമ്മ വലിയ കോയി തമ്പുരാന് കേരള കാളിദാസൻ എന്ന പേര് നേടിക്കൊടുത്തു. കാരണം കാളിദാസൻ എഴുതിയ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും വെറും ട്രാൻസ്ലേഷൻ മാത്രമല്ല അത് നല്ല രീതിയിൽ ചെയ്യുകയും ഇപ്പോഴും അതെന്താ വളരെ ഒരു മഹാകാവ്യമായി നിൽക്കുന്നതും കൊണ്ട് അദ്ദേഹത്തിന് കേരള കാളിദാസൻ എന്ന പേരെന്താ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ 1929 വന്നു. അപ്പോഴാണ് സാമൂഹ്യ പരിഷ്കരണ നാടകങ്ങൾ വരുന്നത്. അതിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു നാടകമാണ്. അപ്പൊ നേരത്തെ നമ്മൾ സംസ്കൃത നാടകങ്ങളിൽ എന്താ രാജാവിന്റെയും രാജ്ഞിയുടെയും ശകുന്തളയുടെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഒക്കെ, ഇപ്പൊ ശകുന്തളയുടെ കഥ എനിക്ക് അറിയാം, വണ്ടു വരുന്നു, എന്ത് ചെയ്യുന്നു, രാജാവ് രക്ഷിക്കാൻ വരുന്നു, അങ്ങനെയുള്ള കഥയൊക്കെ വിട്ടതിന് ശേഷം സൊസൈറ്റിയിൽ എന്താ നടക്കുന്നത്, യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത്, ആ യഥാർത്ഥത്തിലുള്ള പ്രശ്നം, ഇപ്പൊ VT ഭട്ടതിരിപ്പാട് പറഞ്ഞ പ്രശ്നം നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഉള്ളതാണ്. ഓക്കെ അല്ല? അപ്പൊ ഇത് കേരളത്തിന്റെ നാടക ചരിത്രം, കേരള ചരിത്രം തന്നെ മാറ്റിമറിച്ചു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ നാടക ചരിത്രത്തെ മൊത്തമായിട്ട് എന്ത് ചെയ്തു, അങ്ങോട്ട് മാറ്റിമറിച്ചു. നേരത്തെ ഉണ്ടായിരുന്നേക്കാളും റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നാടകം എന്ന് വെച്ചാൽ രാജാവിന്റെയും രാജ്ഞിയുടെയും കഥ മാത്രമല്ല, ഓക്കെ, ഉയർന്ന വ്യക്തികളുടെ കഥ മാത്രമല്ല. അതിനുവേണ്ടി സംസ്കൃതത്തിന്റെ മലയാള ട്രാൻസ്ലേഷൻ ആവശ്യമില്ല. ഓക്കെ. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അതേപടി പച്ചയായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച മഹാന്റെ പേരാണ് VT ഭട്ടതിരിപ്പാട്. അപ്പൊ സോഷ്യൽ ഇഷ്യൂസ്, സാമൂഹ്യപരമായിട്ടുള്ള പരിഷ്കരണം എന്ത് ചെയ്തു, പുള്ളി ഈ നാടകത്തിലൂടെ കൊണ്ടുവന്നു. ഓക്കെ. ഇതിന്റെ എല്ലാം ഇഫക്റ്റ് ആയിട്ട് ഉണ്ടായ പ്രസ്ഥാനമാണ് രാഷ്ട്രീയ അല്ലെങ്കിൽ റിയലിസ്റ്റിക് നാടകങ്ങൾ. ഇപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നമ്മൾ നാടകം കണ്ടില്ലേ? അപ്പൊ അത് പേര് കേട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ. എന്താ, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. കമ്മ്യൂണിസത്തിന്റെ എന്താണ് കമ്മ്യൂണിസം?
കമ്മ്യൂണിസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് നല്ലതാണോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളരാൻ, പ്രത്യേകിച്ച് കേരളത്തിൽ വളരാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ KPSC, അല്ലെങ്കിൽ എന്താ ഈ രാഷ്ട്രീയ റിയലിസ്റ്റിക് നാടകം എന്ന് പറയുന്നത്. ഇത് സിനിമ തന്നെ ആയിട്ടുണ്ട്. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്ന നാടകം സിനിമ തന്നെ ആയിട്ടുണ്ട്. സത്യൻ സാറും നസീർ സാറും ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ അല്ല? അപ്പൊ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകം 1952 എന്ത് ചെയ്യുന്നു, വരുന്നു. ഓക്കെ. K. ദാമോദരന്റെ പാട്ടബാക്കി എന്ന് പറയുന്ന എന്താ പറയുക ഒരു നാടകം, ഓക്കെ അല്ലെ, ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ്. ഓക്കെ, 1937. അപ്പൊ K. ദാമോദരന്റെ പാട്ടബാക്കി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിന് അടിസ്ഥാനമാക്കിയുള്ള നാടകമാണ് പാട്ടബാക്കി. അപ്പൊ കേരളത്തില് രാഷ്ട്രീയ നാടകങ്ങൾ വരുന്നു. രാഷ്ട്രീയ നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിലെ കാര്യങ്ങൾ പറയുക. പാട്ടബാക്കി എന്നുള്ള പേര് കേട്ടത് നമുക്കറിയാം. ഒരു ജന്മി ഉണ്ട്, എന്താ ഒരു കുടിയാനുണ്ട്. അപ്പൊ ജന്മിയും കുടിയാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഓക്കെ, സൊസൈറ്റിയിൽ എന്താണ് ഇഷ്യൂ, അതിനെ മാറ്റുക. ഓക്കെ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, കമ്മ്യൂണിസം വരേണ്ടതിന്റെ ആവശ്യകത, ഒരു വലിയ പണക്കാരനുണ്ട്, ആ പണക്കാരൻ സ്വയം മാറി. അതിന്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പണക്കാരനുണ്ട്. സത്യൻ വളരെ പണക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് നസീർ. അപ്പൊ നസീറിന് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, എന്താ പറയാ, കമ്മ്യൂണിസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഈ സത്യം എന്ന് പറഞ്ഞ വ്യക്തിക്ക് കമ്മ്യൂണിസത്തിനെ എന്താ പറയാ, അപ്പൊ എന്താ പ്രശ്നമാണ്. ഏറ്റവും അവസാനം ഈ നാടകത്തിന്റെ അവസാനം അല്ലെങ്കിൽ സിനിമയുടെ അവസാനം സത്യൻ എന്ന് പറയുന്ന ആ വലിയ ബൂർഷാണ് വിളിക്കുക. ഓക്കെ അല്ല, അതായത് വലിയ പണക്കാരനായിട്ടുള്ള വ്യക്തി. അപ്പൊ പണക്കാരനായിട്ടുള്ള വ്യക്തിയെ കമ്മ്യൂണിസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകം. ഓക്കെ, ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. 1952 നാടകം വന്നിരിക്കുന്നത്, 1952. ഇതിലൂടെ റിയലിസ്റ്റിക് ശൈലി വന്നു. റിയലിസ്റ്റിക് ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യമല്ലേ പറയുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റേജ് ഒക്കെ വെച്ച് ഡയലോഗ്സ് ഒക്കെ വെച്ച് ചെയ്യുന്നില്ലേ. ഓക്കെ, റിയലിസ്റ്റിക് നാടകങ്ങൾ തെറ്റാണെന്നോ അത് മോശമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ നാടകം വന്നിട്ടുണ്ട്. കുറച്ചു പേർക്ക് തോന്നി ഈ പരിപാടി മാത്രം പോരാ. ഓക്കെ, അപ്പൊ നമ്മളൊരു പാശ്ചാത്യമായിട്ടുള്ള റിയലിസത്തിനെതിരെ കേരളത്തിന് സ്വന്തം കലടക്കോത്തിനൊക്കെ എന്ത് വേണം, ഒരു നാടകം വേണം. അങ്ങനെ 1967-68 വന്നു. ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടും CN ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞിട്ടും ഇവർ രണ്ടുപേരും ചേർന്നിട്ട് നമുക്ക് തനതായിട്ടുള്ള നാടകവേദി ഉണ്ടാക്കാൻ എന്ത് ചെയ്തു, തീരുമാനിച്ചു. അങ്ങനെ 1950 റിയലിസ്റ്റിക് നാടകങ്ങൾ കൊടികെട്ടി വാഴുന്ന കാലമാണ്. ഓക്കെ, ഒരു സ്റ്റേജ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥ കാറ് വരെ കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താ, അവിടെ കിണറിന്റെ കാര്യം ഉണ്ടാവും, വീടൊക്കെ സെറ്റ് ഇട്ടിട്ട് അടിപൊളി സെറ്റ് ഇട്ട് കാണിക്കുന്ന രീതിയാണ് ഉണ്ടാവുക. അപ്പൊ ഈ രീതി നമ്മൾ മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഈ രീതി എന്താ, പാശ്ചാത്യമായ അനുകരണമാണ്. അപ്പോൾ കുറെ ആളുകൾക്ക് തോന്നി, ഇപ്പൊ നമ്മൾ പറയണ എന്താ, ഇപ്പൊ നമ്മുടെ ബാഹുബലി പോലെ അല്ലെങ്കിൽ എന്താ KGF പോലെ വമ്പൻ 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 മൂവീസ് ആണ്. ഓക്കെ, ദുരന്തർ പോലെ വമ്പൻ മൂവീസ് ആണ്. ഇങ്ങനെ വമ്പൻ മൂവീസ് മാത്രം പോരല്ലോ, നമുക്ക് എന്ത് വേണം, നമ്മുടെ തനതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന മൂവീസ് ഒക്കെ വേണ്ടേ, സത്യന്തിക്കാണുന്ന സിനിമയും വേണ്ടേ. ഓക്കെ, എന്താ സർവമായ എന്ന് പറഞ്ഞ പോലെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള മൂവീസും വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കില്ലേ. അങ്ങനെ നാടകത്തിൽ വിചാരിച്ച ആളുകളുടെ പേരാണ് എന്ത്, എന്താ പറയാ, തനത് നാടകവേദി. മനസ്സിലായോ? അപ്പൊ ഇത്രയും വലിയ സ്റ്റേജിന് പകരം നാടകത്തിന്റെ ജീവൻ കളയുന്നു. നാടകത്തിന്റെ ജീവൻ എന്താ, അഭിനയമാണ് എന്നൊരു കൂട്ടം ചിന്തകർക്ക് തോന്നി. അത് തോന്നിയിട്ടുള്ള ആദ്യത്തെ ആളുടെ പേരാണ് ഗോവിന്ദൻ. അപ്പൊ ഗോവിന്ദൻ 1967 കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലുണ്ടല്ലോ, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിന്റെ പേരാണ് നാടക കളരി. അപ്പൊ അന്ന് കാലത്ത് എല്ലാവർക്കും അറിയുന്ന നാടകമാണ് റിയലിസ്റ്റിക് നാടകം. അപ്പൊ പുള്ളി അത് പറഞ്ഞു. ഓക്കെ, എന്തുകൊണ്ട് നാടൻ കലകളെ നാടകത്തിൽ ഉപയോഗിച്ചുകൂടാ, എന്തിനാണ് നമ്മൾ സെറ്റ് ഇടുന്നത്, നമുക്ക് സ്വന്തമായിട്ട് നാടകം ഉണ്ടല്ലോ, അല്ല സ്വന്തമായിട്ട് കലകൾ ഉണ്ടല്ലോ, ആ കലകളെ എന്തുകൊണ്ട് നമുക്ക് നാടകത്തിൽ ഉപയോഗിച്ചുകൂടാ എന്ന് 1967 ഈ എന്താ പറയാ, തനത് നാടക ശൈലിയുടെ ആദ്യത്തെ ചിന്തകനായിട്ടുള്ള ഗോവിന്ദൻ പറഞ്ഞു. ഇത് പറഞ്ഞ ഉടനെ കൂത്താട്ടുകുളത്ത് നാടക കളരി വിളിച്ചു. 1968 അടുത്ത വർഷം എറണാകുളത്താണ് കൂത്താട്ടുകുളം. രണ്ടാമത്തെ നാടക കളരി വന്നു. ഇവിടെ CN ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞു, തനത് നാടകവേദി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. പ്രബന്ധം വെച്ചാൽ എസ്സേ ആണ്. ഇപ്പൊ നാടക കളരി നടക്കുന്നുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നാടക കളരി, ആക്ടിങ് ക്ലാസ്, മ്യൂസിക് ക്ലാസ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ അല്ല, അപ്പൊ അതൊരു ക്യാമ്പാണ്.
എന്താ പറയാ നാടകവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പാണ്. അപ്പൊ കഴിഞ്ഞ വർഷം, ഏത് വർഷം, 1967 നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എന്തുകൊണ്ട് തനത് കലകളെ, കേരളത്തിന്റെ സ്വന്തം കലകളെ നാടകത്തിൽ ഉപയോഗിച്ചുകൂടാ, എങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് CN ശ്രീകണ്ഠൻ നായർ വളരെ പ്രബന്ധം അവതരിപ്പിച്ചു. അതിന്റെ പേരാണ് തനത് നാടകവേദി. അപ്പൊ ഇത് മലയാളം നാടകത്തിൽ ആകെ മാറ്റം ഉണ്ടാക്കി. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ അല്ലെ? അങ്ങനെ ഇരിക്കുമ്പോ CN ശ്രീകണ്ഠൻ നായർ ഇതിനെക്കുറിച്ച് വളരെ സൈദ്ധാന്തികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് തിയറി പറഞ്ഞു. തിയറി പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, പ്രാക്ടിക്കലി കൊണ്ടുവരണ്ടേ. അപ്പൊ പ്രാക്ടിക്കലി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ വെച്ച് നാടകം അവതരിപ്പിച്ച് ഈ നാടകം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതും ഈ നാടകത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യണം, കിട്ടുകയും വേണം. അതിലേക്ക് കൊണ്ടുവന്ന ആളുടെ പേരാണ് കാവാലം നാരായണ പണിക്കർ. ഓക്കെ അല്ലേ? അപ്പൊ അദ്ദേഹം നേരെ കുട്ടനാട്ടിലേക്ക് പോയി. ആര്? കാവാലം നാരായണ പണിക്കർ. അവിടെ പോയിട്ട് അദ്ദേഹം കാക്കിരിശ് നാടകം കണ്ടു, പടയണി കണ്ടു. ഈ കാക്കിരിശ് നാടകവും പടയണിയും കണ്ടതിന് ശേഷം അത് രണ്ടും കൂടിയിട്ടുള്ള കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നാടകത്തില് നടീനടന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനം നാടക കളരിയിലൂടെ തുടങ്ങി. ഒരു 1970 ആയപ്പോ കാവാലത്തിന്റെ പേരിൽ തിരുവരങ്ങ് എന്ന് പറഞ്ഞിട്ടൊരു നാടക സംഘം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ തിരുവരങ്ങ് എന്ന് പറഞ്ഞ നാടക സംഘം വരുവാണെങ്കിൽ നമുക്കറിയാം എന്താ, തനത് നാടക ശൈലിയിലും നാടകമായിരിക്കും ഉണ്ടാവുക. കറക്റ്റ് അല്ലേ? ഇപ്പോഴത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് രാജമൗലി എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ വരെ നമുക്കറിയാം, അത് വമ്പൻ സിനിമയായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും ഉള്ളതാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഒരു സത്യന്തിക്കാട് സിനിമയാണ് നമുക്കറിയാം, വളരെ ലേറ്റ് ഹാർട്ടർ ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും, നമുക്കൊരു ഓൾറെഡി എന്തുണ്ട്, ഒരു അറിവുണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അതേപോലെ തിരുവരങ്ങ് എന്ന് പറയുന്ന നാടക സംഘമാണ് വരുന്നതെങ്കിൽ ജനങ്ങൾക്കറിയാം ഇത് എന്താ, ഇത് നമ്മുടെ സ്റ്റേജ് ഒന്നും ഇട്ടിട്ടുള്ള വമ്പൻ പരിപാടി ആയിരിക്കില്ല, എന്താ പറയാ, മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലായി. അതിനു വേണ്ടി ഉണ്ടാക്കിയ നാടക സംഘത്തിന്റെ പേരാണ് തിരുവരങ്ങ്. ഉണ്ടാക്കിയ ആളുടെ പേരാണ് കാവാലം നാരായണ പണിക്കർ. ഡണ്ണല്ലേ? ഓക്കെ, എങ്കിൽ തനത് നാടകവേദിയിലെ പ്രധാന നാടകങ്ങളെ കുറിച്ച് നോക്കാം. കലി എന്ന് പറയുന്ന നാടകം 1967 എഴുതപ്പെടുന്നു. അതിന്റെ രചയിതാവിന്റെ പേരാണ് CN ശ്രീകണ്ഠൻ നായർ. എന്താണ് ഈ കലിയുടെ സവിശേഷത? തനത് നാടക ശൈലി ഉണ്ടാക്കാൻ തീരുമാനിച്ചില്ലേ, ആ തനത് നാടക ശൈലിയിലുള്ള ഒരു ആദ്യകാല പരീക്ഷണ നാടകത്തിന്റെ പേരാണ് കലി. ഓക്കെ, നമ്മുടെ ദുൽഖർ സൽമാനും സായി പല്ലവി അഭിനയിച്ച ഒരു മൂവി ഉണ്ട്, അതിന്റെ പേര് കലി എന്നാണ്. കറക്റ്റ്? ഓക്കെ, അങ്ങനെയെങ്കിൽ കലി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യനുള്ള തിന്മ, അധികാരമോഹം. അപ്പൊ മനുഷ്യനുള്ള തിന്മയെക്കുറിച്ചും അധികാര മോഹത്തെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു നാടകമാണ് CN ശ്രീകണ്ഠൻ നായർ എന്ത് ചെയ്തിട്ടുള്ള, എന്താ പറയാ, രചിച്ചിട്ടുള്ള കലി എന്ന് പറയുന്ന നാടകം. ഇത് തനത് നാടകവേദിയിലെ സുപ്രധാനമായിട്ടുള്ള എന്താ ഒരു വഴിത്തിരിവാണ്. രണ്ടാമത്തെ നാടകത്തിന്റെ പേര് സാക്ഷി. ഓക്കെ, എഴുതിയ ആളുടെ പേര് കാവാലം നാരായണ പണിക്കർ. അപ്പോ കാവാലം നാരായണ പണിക്കർ തിയറി ആണോ പറഞ്ഞ്, പ്രാക്ടിക്കൽ ആണോ പറഞ്ഞ്? പ്രാക്ടിക്കൽ. എങ്കിൽ എങ്ങനെയാണ് തനത് നാടകം അവതരിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയല്ല കാവാല പണിക്കർ. അപ്പൊ തനത് നാടകത്തിന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ രൂപം നൽകിയിട്ടുള്ള കാവാലം നാരായണ പണിക്കരുടെ ആദ്യത്തെ നാടകങ്ങളിൽ ഒന്നാണ് സാക്ഷി. ഓക്കെ, അടുത്ത നാടകം ദൈവത്താർ. ഇത് വീണ്ടും എഴുതിയിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ തന്നെയാണ്. ദൈവത്താർ എന്ന് കേട്ട ഉടനെ മനസ്സിലായി ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. എവിടത്തെ ദൈവം? രാമൻ, കൃഷ്ണൻ അങ്ങനെയുള്ള ദൈവങ്ങളാണോ? അല്ല. നാടോടി പുരാവൃത്തങ്ങളെയും തെയ്യം, പടയണി തുടങ്ങിയ കലാരൂപങ്ങളുടെ ചുവടുകളെയും ഉപയോഗിച്ചുകൊണ്ട് അതിലെ ദൈവങ്ങളെ, അതായത് നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ദൈവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തനത് നാടകമാണ് ദൈവത്താർ എന്ന് പറയുന്ന നാടകം. ഓക്കെ, അടുത്ത നാടകം അവനവൻ കടമ്പ. വീണ്ടും എഴുതിയിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ. നമ്മുടെ മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ അറിയപ്പെടുന്ന 10 സംവിധായകരുടെ പേരെടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വരാൻ പോകുന്ന സംവിധായകന്മാരിൽ ഒരാളാണ് എന്ത്, G. അരവിന്ദൻ. ഓക്കെ, അപ്പൊ G. അരവിന്ദന്റെ സിനിമകൾ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ നിങ്ങൾക്കൊന്നും G. അരവിന്ദൻ സിനിമകൾ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് തന്നെ വരില്ല. കാരണം അത്രയും റിയലിസ്റ്റിക് ആയിരിക്കും ആ മൂവീസ് ഉണ്ടാവുക. ഓക്കെ അല്ല, ഒരാൾ ബീഡി വലിക്കുന്നുണ്ടെങ്കിൽ ആ ബീഡി വലിച്ച് കഴിയുന്നത് വരെ ആ നടന്റെ മുഖത്തുള്ള ഭാവങ്ങൾ, അതിലൂടെ വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ. അപ്പൊ തനത് നാടക ശൈലിയെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആളുടെ പേരാണ് G. അരവിന്ദൻ. വളരെ മഹാനായിട്ടുള്ള എന്താ ഒരു സംവിധായകൻ കൂടിയാണ്. അപ്പൊ ഈ കാവാലം നാരായണ പണിക്കരുടെ അവനവൻ കടമ്പ എന്ന് പറയുന്ന നാടകത്തെ സംവിധാനം ചെയ്തത് G. അരവിന്ദനാണ്. ഓക്കെ, ഇവ തനത് നാടക പ്രസ്ഥാനത്തെ
ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു നാടകമാണ് അവനവൻ കടമ്പ. ഓക്കെ, അടുത്ത നാടകം കരിങ്കുട്ടി. ഇതിന്റെ രചയിതാവ് കാവാലം നാരായണ പണിക്കർ തന്നെയാണ്. ഓക്കെ, കരിങ്കുട്ടി എന്ന് വെച്ചാൽ നമ്മുടെ ചാത്തൻ, നീലി, മറുത എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മുടെ മമ്മൂക്ക മൂവി ചെയ്തില്ലേ, ഏതാ, ഭ്രമയുഗം. ഓക്കെ, പിന്നെ നമ്മുടെ ലോക വന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഒരു മന്ത്രവാദ നാടോടി ഐതിഹ്യങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു തനത് നാടകമാണ് കരിങ്കുട്ടി. എഴുതിയിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ. അടുത്തത് കിരാതം. ഓക്കെ, പ്രൊഫസർ ജി ശങ്കരപിള്ളയാണ് എഴുതിയിരിക്കുന്നത്. മഹാഭാരതത്തിലെ കഥയെ നമ്മുടെ രീതിയിൽ പുനരവതരിപ്പിച്ച ഒരു പ്രശസ്തമായ തനത് നാടകമാണ് കിരാതം. ഇതാണല്ലേ? ഓക്കെ, എങ്കിൽ ഇതിന്റെ എന്തൊക്കെയാണ് നാടകങ്ങൾ, എന്താണ് തനത് നാടകം, KPSC നാടകവും അല്ലെങ്കിൽ റിയലിസ്റ്റിക് നാടകവും തനത് നാടകവും വ്യത്യാസം, പ്രധാനപ്പെട്ട തനത് നാടകങ്ങൾ എല്ലാം നമ്മൾ പഠിച്ചു. നാടകത്തിന്റെ ഹിസ്റ്ററി അതിനെക്കുറിച്ചും പഠിച്ചു. ഇനി തനത് നാടകം വരാൻ കാരണമായിട്ടുള്ള 2-3 പേരുണ്ട്, അവരെ കുറിച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അത് കഴിഞ്ഞ ക്ലാസ് തീർന്നു. ഓക്കെ അല്ലെ? ഒന്നാമത്തെ ആളുടെ പേര് CN ശ്രീകണ്ഠൻ നായർ. 1928 മാർച്ച് 31 തിരുവനന്തപുരത്ത് വെച്ച് ജനിക്കുന്നു. 1976 ഡിസംബർ 17 48-ാമത്തെ വയസ്സിൽ അന്തരിക്കുന്നു. നാടകൃത്തായിരുന്നു, പത്രപ്രവർത്തനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ചലച്ചിത്ര തിരക്കഥാകൃത്തായിരുന്നു എന്ന രീതിയിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം കൗമുദി പത്രം, നവഭാരതം, പ്രബോധം, ദേശബന്ധു എന്നീ പ്രമുഖ പത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഓക്കെ അല്ലെ? കേരള ഗവൺമെന്റിന്റെ ഇൻഫർമേഷൻ ഓഫീസറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ഓഫീസറിന്റെ എക്സാം ഒക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവന എന്താണ്? അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവന എന്ന് പറയുന്നത് രാമായണം നാടകത്രയമാണ്. എന്താണ് ഈ രാമായണം നാടകത്രയം നോക്കാം. CN ശ്രീകണ്ഠൻ നായർ എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മലയാള സാഹിത്യത്തിൽ എന്താ ഒരു അഡ്രസ് ഉണ്ടെങ്കിൽ ആ അഡ്രസ് ആണ് രാമായണ നാടകത്രയം. ഓക്കെ, ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാമൻ, കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ നമ്മൾ പുരാതനമായിട്ടുള്ള കഥകൾ വായിക്കുമ്പോൾ അവർക്ക് അമാനുഷികമായ പരിവേഷമായിരിക്കും. ഓക്കെ, അവരൊരു കാര്യം ചെയ്യുന്നു, രാഷ്ട്രമാരെ ഒരുമിച്ച് കൊല്ലുന്നു, അങ്ങനെയൊക്കെ പരിവേഷമായിരിക്കും. പക്ഷെ അവരുടെ സാധാരണ മനുഷ്യരുമായിട്ട് അവരെ കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ മാനസിക അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള നാടകങ്ങളുടെ പേരാണ് രാമായണ നാടകത്രയം. ത്രയം എന്ന് വെച്ചാൽ 3 അപ്പൊ 3 ഉണ്ട്. ഒന്നാമത്തെ പേര് കാഞ്ചന സീത. 1961 എന്ത് ചെയ്യുന്നു, എഴുതപ്പെടുന്നു. ഈ നാടകത്തിന് 1962 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. നമ്മുടെ G അരവിന്ദൻ ഇതേ പേരിൽ ഇതേ നാടകം സിനിമയാക്കിയിട്ടുണ്ട്. ഓക്കെ, എപ്പോഴെങ്കിലും സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഒരു പ്രത്യേക മൂഡിൽ വേണം കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേക മൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലെറ്റ്സ് എൻജോയ്, ലെറ്റ്സ് പാർട്ടി, അല്ലെങ്കിൽ എന്താ ഇന്നൊരു അടിപൊളി സിനിമ കാണാം എന്നൊക്കെ പറഞ്ഞതും കാണരുത്. ഓക്കെ, കൃത്യമായിട്ടുള്ള ഒരു സമയം വെച്ചിട്ട് ആ സമയത്ത് ആ മൂവിയിലേക്ക് വരുന്ന രീതിയിൽ അത് വളരെ സ്ലോ ആയിട്ടുള്ളതാണെന്നും അതിലേക്ക് ഇഴകിച്ചേർന്ന രീതിയിൽ വേണം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾക്ക് സമയമില്ല. ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. രണ്ടാമത്തെ എന്റെ പേരാണ് സാങ്കേതം. 1965. ഓക്കെ, ഈ സാങ്കേതം എന്ന് പറയുന്ന ഈ ഒരു നാടകത്തിൽ ശ്രീരാമന്റെ വനവാസവും ദശരഥന്റെ പുത്രവിയോഗ ദുഃഖവുമാണ് പ്രമേയം. ഓക്കെ, അപ്പൊ ദശരഥൻ പുത്രൻ വിട്ടുപോയല്ലോ, രാമൻ വിട്ടുപോയല്ലോ, അതാണ് പ്രമേയം. ശ്രീരാമന്റെ വനവാസമാണ്. ലങ്കാലക്ഷ്മി എന്നൊരു നാടകമുണ്ട്. ഇതാണ് രാമായണ നാടകത്രയത്തിലെ, ത്രയം എന്ന് വെച്ചാൽ 3 അതിൽ ഏറ്റവും അവസാനത്തെ 1974 ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രാവണന്റെ മാനസിക സംഘർഷങ്ങളും തകർച്ചയും എന്ത് ചെയ്യുന്നു, ഇതിൽ വരച്ചു കാട്ടുന്നു. ഓക്കെ, ഇത് രാമായണ നാടകത്രയത്തിലെ അവസാനത്തെ നാടകമാണ്. ക്ലിയർ? എങ്കിൽ ഇത് 3 മാത്രമാണ് എഴുതിയിട്ടുള്ളത്? അല്ല, കലി. ഓക്കെ, ഓർമ്മയില്ലേ? 1967 കലി തനത് നാടകവേദിയിലെ ആദ്യകാല പരീക്ഷ നാടകമാണ്. നഷ്ടക്കച്ചവടം ഈ കൃതിക്ക് പ്രശസ്തമായ MP പോൾ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ആ കനി തിന്നരുത്, ഏട്ടിലെ പശു, മാന്യതയുടെ മറ, മധുവിധു, ഓക്കെ, എന്നീ നാടകങ്ങളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ചെറുകഥാ സമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട്. തിളയ്ക്കുന്ന മണ്ണ്, പിച്ചിപ്പൂവ്, സിന്ദൂരപ്പൊട്ട്, പുളിയിരക്കര നേരിയത് എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരങ്ങളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാടകമാണ്.
ആദ്യത്തെ പരീക്ഷ നാടകമാണ്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം നമ്പർ 1, ആരാ എഴുതിയത്? ശ്രീ ശ്രീകണ്ഠൻ നായർ. ഓക്കെ, റിയലിസ്റ്റിക് ആയ സംഭാഷണങ്ങൾക്ക് പകരം സാധാരണ നാടകങ്ങൾ റിയലിസ്റ്റിക് ആയ സംഭാഷണങ്ങൾ ഉണ്ടാവുക, അത്രയും കിട്ടിയല്ലോ. അതിന് പകരം ഇതിൽ കഥാപാത്രങ്ങൾ എന്താ, താളാത്മകമായ ഒരു ഗാനം അല്ലെങ്കിൽ ഒരു പാട്ട്, ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, സംസാരിക്കുക. ഓക്കെ അല്ലെ? എന്താണ് കലിയിലെ പ്രമേയം? മനുഷ്യന്റെ അധികാരമോഹവും ക്രൂരതയും. ഓക്കെ, ഈ നാടകത്തിലാണ് കേരളത്തിന്റെ വാദ്യ താളക്രമങ്ങൾ അദ്ദേഹം ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു? വയലിനൊക്കെ വായിച്ചിട്ടുള്ള എന്താ, പിയാനോ ഒക്കെ ഉള്ള പരിപാടിയായിരുന്നു. ഒരു സിനിമയുടെ പശ്ചാത്തല സംഗീതം വരുന്ന പോലെയായിരുന്നു റിയലിസ്റ്റിക് നാടകങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിലെന്തായിരിക്കും, നമ്മുടെ തനതായിട്ടുള്ള തുടി, ചെണ്ട എന്നീ പറയുന്ന വാദ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നാടകം നടത്താം എന്നതിനെ കുറിച്ച് കൃത്യമായി നടത്തിയ പരിപാടിയുടെ പേരാണ് കലി. കണ്ണല്ലേ? ലങ്കാലക്ഷ്മിയിലെ തനത് ശൈലി. 1974 അദ്ദേഹത്തിന്റെ രാമായണ നാടകത്രയത്തിലെ ഏറ്റവും അവസാന നാടകമാണ് ലങ്കാലക്ഷ്മി. ഇത് പൂർണ്ണമായും തനത് നാടകവേദിയുടെ സ്വാധീനത്തിൽ എഴുതപ്പെട്ടതാണ്. രാവണന്റെ ലങ്കാലഹനവും യുദ്ധമൊക്കെ കാണിക്കാൻ ആംഗ്യവും ചുവടുമാണ് കാണിക്കുക. ഓക്കെ, നമ്മൾ റീൽസ് നാടകം കാണാൻ പോയി കഴിഞ്ഞാൽ വാലെന്തിയും തീ വരെ ഉണ്ടാവും. അപ്പൊ ഹനുമാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ചുറ്റുന്നതായിരിക്കും, ഇടയിൽ എന്ത് വരും, തീ വരുന്നതായിരിക്കും, സ്റ്റേജിലൊക്കെ തീ വരും. ഓക്കെ, നമുക്കത് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കഥകളിയും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന പോലെ ആംഗ്യങ്ങളും ചുവടുകളും ഉപയോഗിച്ചിട്ടാണ് രാവണന്റെ ലങ്കാദഹന യുദ്ധമൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. കറക്റ്റ്. പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ എന്താ പറയാ, പശ്ചാത്തല സംഗീതം എങ്ങനെയുള്ളതാണ്? ചെണ്ടയുടെയും ഇളത്താളത്തിന്റെയും ഒരു എന്താ ഉപയോഗമാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നാടക കളരി പ്രസ്ഥാനം. നാടകം വെറും ഒരു വിനോദോപാധിയല്ല. ഞാൻ ഇന്നത്തെ രീതിയിൽ പറയുന്നു, സിനിമ വെറും ഒരു വിനോദോപാധിയല്ല. ആ സിനിമയിലൂടെ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് എത്തും. അപ്പൊ സിനിമ പ്രായോഗികമാകുന്നതിന് മുമ്പ് സിനിമയ്ക്ക് പകരം ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ, ആർട്ടാണ്, കലയാണ് നാടകം. അപ്പൊ അതേ ഡയലോഗ് ആ കാലത്തും പറഞ്ഞൂടെ, നാടകം വെറും ഒരു വിനോദോപാധിയല്ല, മറിച്ച് അതൊരു ആഴമേറിയ കലയാണെന്ന് വിശ്വസിച്ച വ്യക്തിയുടെ പേരാണ് CN. ഓക്കെ, എങ്കിൽ നടന്മാർക്ക് അല്ലെങ്കിൽ നടിമാർക്ക് കൃത്യമായിട്ടുള്ള ശാരീരിക മാനസിക പരിശീലനം നൽകിയേ പറ്റുള്ളൂ. അത് നൽകാൻ വേണ്ടിയിട്ട് CJ തോമസ്, G ശങ്കരപ്പിള്ള എന്നിവർക്കൊപ്പം ചേർന്ന് എന്ത് ചെയ്തു, നാടക കളരികൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്ത് ചെയ്യാൻ വേണ്ടി, പരിശീലനം നടത്താൻ വേണ്ടി മാത്രം. കാഞ്ചന സീത, CN ശ്രീകണ്ഠൻ നായരുടെ വിഖ്യാത നാടകമാണ് കാഞ്ചന സീത. നമുക്കറിയാം അത് അരവിന്ദൻ എന്ത് ചെയ്തു, സംവിധാനം ചെയ്ത് അതിനെ സിനിമയാക്കി എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇത് കാവ്യാത്മകവും തനതുമായ ശൈലിയിലാണ് ഈ സിനിമ എന്തിരിക്കുന്നത്, അദ്ദേഹം ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. കാഞ്ചന സീത. ക്ലിയർ? അപ്പൊ നെക്സ്റ്റ് ആളുടെ പേര് കാവാലം നാരായണ പണിക്കർ. ശ്രീകണ്ഠൻ നായർ തിയറീസ് പറഞ്ഞപ്പോ, സിദ്ധാന്തങ്ങൾ പറഞ്ഞപ്പോ അത് അരങ്ങിൽ പരീക്ഷിച്ച് തനത് നാടകവേദി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിച്ച ഒരു പ്രതിഭയാണ് കാവാലം നാരായണ പണിക്കർ. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 1928 ഏപ്രിൽ 28 ആലപ്പുഴയിലെ കുട്ടനാട്ടുള്ള കാവാലം എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ജനിക്കുന്നു. 2016 ജൂൺ 26 മരണപ്പെടുന്നു. ഓക്കെ, തനത് നാടകങ്ങൾ അവതരിപ്പിക്കാനായി അദ്ദേഹം രൂപീകരിച്ച പ്രശസ്ത നാടക സംഘത്തിന്റെ പേരാണ് തിരുവരങ്ങ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. കറക്റ്റ് അല്ലേ? ജനിച്ചതും മരിച്ചതല്ല, തിരുവരങ്ങിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. 1964 തിരുവരങ്ങ് ഉണ്ടാക്കുന്നത്. ക്ലിയർ അല്ലേ? നാടകകൃത്ത്, സംവിധായകൻ എന്നതിലുപരി മികച്ചൊരു കവിയുമായിരുന്നു അദ്ദേഹം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ പത്മരാജന്റെ വളരെ ഒരു പഴയ സിനിമയാണ് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ആ സിനിമയൊക്കെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി സെക്ഷലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മൂവി കൂടിയാണ്. പക്ഷെ എന്താ, ക്ലാസിക്കുകൾ വരുന്ന ഒരു മൂവിയാണ്. അതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഓക്കെ, നല്ല പാട്ടുകൾ, പാലപ്പൂവേ എന്നൊക്കെ കൊണ്ട് പാട്ടൊക്കെ ഉണ്ട്. സാർ പാട്ടോട് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ഇനി എന്താ, ഇല്ലെങ്കിലേ നിങ്ങൾ ഒരു ലെവലിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പാട്ടുകൂടി പാടി ആ കൊളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട് പത്മരാജൻ. ഓക്കെ, അതില് വരികൾ എഴുതിയിരിക്കുന്നത് കാവാലം നാരായണ പണിക്കറാണ്. അതുപോലെ ഭരതൻ, പത്മരാജൻ, അരവിന്ദൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മലയാള സിനിമയുടെ എന്താ പറയാ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാലഘട്ടത്തിലൂടെ ഏറ്റവും ഉയർത്തി കാലഘട്ടത്തിലെ സമയത്തുള്ള സംവിധായകന്മാരാണ്. ഓക്കെ അല്ലെ? ആ ഭാരതൻ സംവിധാനിച്ചിട്ടുള്ള ആരവം എന്ന് പറയുന്ന സിനിമയിലൊക്കെ കാവാലം നാരായണ പണിക്കർ എന്ത് ചെയ്തിട്ടുണ്ട്,
ഗാനം എഴുതിയിട്ടുണ്ട്. ഓക്കെ. എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന നാടകം അറിയാലോ, സാക്ഷി. പ്രധാന തനത് നാടകം ദൈവത്താർ. 1974 തനത് നാടകവേദിയുടെ സവിശേഷ പൂർണ്ണമായി പ്രകടമാക്കിയ നാടകം അവനവൻ കടമ്പ. 1975 ആരാ സംവിധാനം ചെയ്തത്? ജി അരവിന്ദൻ. അവനവൻ കടമ്പയിൽ എന്താ പറയുന്നത്? പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പറയുന്നു. ബാക്കിയുള്ള നമ്മൾ എടുത്തതല്ലേ, ഇത് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധം പറയുന്നു. ഓക്കെ. എങ്കിലും കാടിന്റെ പശ്ചാത്തലമാണ് ചെയ്യുന്നതെങ്കിൽ ഇത് തുറസായ വേദിയിലാണ് ചെയ്തിരിക്കുന്നത്, അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. ഓപ്പൺ സ്റ്റേജിലാണ് എന്ത് ചെയ്യുക? ഈ നാടകം ചെയ്യുക. അവനവൻ കടമ്പ എന്ന് പറയുന്ന നാടകം. ക്ലിയർ? കരിങ്കുട്ടി നമുക്കറിയാവുന്നതല്ല. നാടോടി ഐതിഹ്യങ്ങളും കരിങ്കുട്ടി എന്ന ചാത്തന്റെ സങ്കല്പവും അടിസ്ഥാനമാക്കിയുള്ള നാടകം. ഓക്കെ. മധ്യമ വ്യായോഗം, കർണഭാരം എന്നിവ സംസ്കൃതങ്ങളാണ്. ഇത് നമ്മൾ കർണഭാരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംസ്കൃത നാടകം നമ്മുടെ ലാലേട്ടൻ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഒരുപാട് എന്താ പറയാ പുരസ്കാരങ്ങളും അതുപോലെ അംഗീകാരമൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കർണഭാരം. ക്ലിയർ? ഓക്കെ. അപ്പം മധ്യമ വ്യായോഗം, കർണഭാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു സംസ്കൃത നാടകവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സംസ്കൃത നാടകൃത്തായിട്ടുള്ള ബാസൻ, കാളിദാസനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സംസ്കൃത നാടകൃത്താണ് ബാസൻ. ആ സംസ്കൃത നാടകങ്ങളെ തനതായിട്ടുള്ള ശൈലിയിൽ അദ്ദേഹം ദൃശ്യവൽക്കരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ശ്രദ്ധ എന്ത് ചെയ്തു? നേടി. ഓക്കെ. ആര് നേടി? നമ്മുടെ കാവാലം നാരായണ പണിക്കർ നേടി. അപ്പൊ അദ്ദേഹത്തിന് 2007 പത്മഭൂഷൺ ലഭിച്ചു. 2002 സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു. ഓക്കെ. മധ്യപ്രദേശ് സർക്കാർ അദ്ദേഹം ഇത് ചെയ്തില്ലേ, സംസ്കൃത നാടകം ചെയ്തില്ലേ, മധ്യമ വയോഗം, കർണഭാരം തുടങ്ങിയവ. അതിനു വേണ്ടിയിട്ട് മധ്യപ്രദേശ് സർക്കാരിന്റെ പുരസ്കാരം ചെയ്തു, കിട്ടി. സംസ്കൃത നാടക രംഗത്ത് സംഭാവനക്ക് വേണ്ടിയിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന നാടകത്തിന് 1974 എന്ത് ചെയ്തു? ലഭിച്ചു. നമ്മുടെ ലാലേട്ടന്റെ പ്രശസ്തമായ ഒരു മൂവിയുടെ പേരാണ് 19ാം നൂറ്റാണ്ട്. അതും നമ്മൾ യാതൊരു ബന്ധമില്ല കേട്ടാ, വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. അടുത്ത ആളുടെ പേര് പ്രൊഫസർ ജി ശങ്കരപ്പിള്ള. അപ്പൊ ശ്രീകണ്ഠൻ നായരെയും കാവാലത്തെയും പോലെ തുല്യ പ്രാധാന്യമുള്ള വ്യക്തിയുടെ പേരാണ് പ്രൊഫസർ ജി ശങ്കരപ്പിള്ള. ഒരു തനത് നാടകവേദിയെ അക്കാഡമിക് തലത്തിലേക്ക്, അതായത് റിസർച്ച് മെത്തഡായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ എന്താണ് ഹൈ ലെവൽ തിങ്കിങ്ങിലേക്ക് ഇങ്ങനെല്ലാം എത്തിച്ചിട്ടുള്ള ഒരു നാടക കളരിയിലൂടെ പുതിയ തലമുറ നടന്മാരെയും സംവിധായകരെയും വാർത്തെടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേരാണ് ജി ശങ്കരപ്പിള്ള. 1930 ജൂൺ 22 തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുന്നു. 1981 ജനുവരി 1 മരണപ്പെടുന്നു. മികച്ച നാടകൃത്താണ്, സംവിധായകനാണ്, അധ്യാപകനാണ്, നിരൂപകനാണ്. ഓക്കെ. ഇന്നത്തെ യൂട്യൂബിൽ കാണുന്ന പോലെ സിനിമയും കണ്ടിട്ട് ആ സിനിമ മോശം അങ്ങനെ പറയുന്ന ആളല്ല. ഓക്കെ. കൃത്യമായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ്സ് പറയാൻ അറിയുന്ന ആളുടെ പേരാണ് നിരൂപകൻ. ഇന്നത്തെ യൂട്യൂബിലുള്ള ഏകദേശം ഒരാളെയും ഞാൻ നിരൂപകൻ എന്ന് പറഞ്ഞ് വിളിക്കില്ല. ഓക്കെ. കാണുന്നു, സ്വന്തം അഭിപ്രായം പറയുന്നു, എന്തൊക്കെയോ പറയുന്നു. ഈ ഇതിലാണ് എനിക്ക് റിവ്യൂ കണ്ടിട്ടുള്ളത്. ഓക്കെ. നിരൂപകർ ആരാന്നൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി നോക്കുക. ഓക്കെ. അതിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന് തൃശ്ശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു നമ്മുടെ ശങ്കരപ്പിള്ള. ഓക്കെ. കേരള നാടക പഠനത്തെ ശാസ്ത്രീയമാക്കിയത് ആരാ? ഇദ്ദേഹത്തെ നേതൃത്വത്തിലാണ്. അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളിന്റെ പേരാണ് സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്ട്. ഇപ്പോഴും തൃശ്ശൂരുണ്ട്, അവിടെ പോയി പഠിക്കാവുന്നതാണ്. ക്ലിയർ? ഓക്കെ. എങ്കില് ഇദ്ദേഹം തനത് ശൈലിയും ഒരുപാട് സ്വന്തമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് നാടകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാം നാടകത്തിന്റെ പേരാണ് കിരാതം. ഓക്കെ. മഹാഭാരതത്തിലെ അർജുനന്റെയും കിരാതമൂർത്തിയുടെയും കഥയെ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ അവതരിപ്പിക്കാം എന്നാണ് കിരാതം നോക്കുന്നത്. കിരാതർജുനീയം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം തന്നെ ഉണ്ട് എന്താ പറയാ മഹാഭാരതത്തിൽ. ഓക്കെ. നെക്സ്റ്റ് ആണ് സ്നേഹദൂതൻ. 1956 സ്നേഹദൂതൻ വരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന നാടകമാണ് സ്നേഹദൂതൻ. അടുത്ത് ഭരതവാക്യം. ഓക്കെ. അതിന്റെ പ്രമേയത്തിലും അവതരണത്തിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നാടകമാണ് ഭരതവാക്യം. കറുത്ത ദൈവത്തെ തേടി സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു നാടകമാണ് ഈ നാടകം. ഓക്കെ. കാരണം ദൈവങ്ങളെല്ലാം നീല കളറിലായിരിക്കും അല്ലെങ്കിൽ വെള്ള കളറിലായിരിക്കും.
എങ്കിൽ കറുത്തത് എവിടെ ദൈവം എന്ന് പറഞ്ഞ് നോക്കുന്ന ഒരു വളരെ കൂലങ്കഷമായ ഒരു നാടകമാണ്. ഞാൻ കൂടുതൽ ഡിസ്കഷൻ നടത്തുന്നില്ല, ചിലപ്പോൾ എന്ത് ചെയ്യും അതിന് ഇഷ്യൂ വരാനുള്ള സാധ്യത നാടകമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത നാടകമാണ് ബന്ദി, പൂജാമുറി, ഗുരുപദവി. ഓക്കെ. അപ്പൊ ജി ശങ്കരപിള്ള ഓക്കെ ആയി. അദ്ദേഹത്തിന് 1979 കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1963 കേരള സാഹിത്യ അക്കാദമി അവാർഡ് റെയിൽ പാളങ്ങൾ എന്ന നാടകത്തിന് ലഭിച്ചിട്ടുണ്ട്. 1978 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഭരതവാക്യം എന്ന് പറഞ്ഞ നാടകത്തിന് രണ്ടാമത് ലഭിച്ചിട്ടുണ്ട്. ഇതന്നല്ലേ? അടുത്ത ആളുടെ പേരാണ് എസ് രാമാനുജൻ. 1935 ജനിക്കുന്നു, 2015 മരിക്കുന്നു. ആരാണ് ഈ എസ് രാമാനുജൻ? രാമാനുജൻ എന്ന പേര് കേട്ട ഉടനെ തമിഴ്നാട് സ്വദേശിയാണെന്ന് മനസ്സിലായി. ഇദ്ദേഹം എന്താ കൊണ്ടുവന്നത്? അതായത് ജി ശങ്കരപ്പിള്ളി ഉണ്ടായിരുന്നല്ലോ, നാടക കളരി ഉണ്ടാക്കണം, അതായത് അവർ പറയണ്ടേ, അഭിനയം നന്നായി പഠിപ്പിക്കണ്ടേ, എന്നിട്ട് എങ്ങനെയാണ് ചലിക്കേണ്ടത്, ശരീരഭാഷ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. ആ പരിശീലനം നൽകാൻ വേണ്ടി പ്രധാനമായി പ്രവർത്തിച്ച വ്യക്തിയുടെ പേരാണ് എസ് രാമാനുജൻ. ഓക്കെ. സ്കൂൾ ഓഫ് ഡ്രാമ ഉണ്ടാക്കിയില്ലേ? ആ തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ തുടക്കം മുതൽ ജി ശങ്കരപ്പിള്ളയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് എസ് രാമാനുജൻ. അവിടുത്തെ ഡയറക്ടറായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഓക്കെ. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട സംഭാവനകളാണ് ലൈറ്റിങ്ങും പ്രോപ്പർട്ടീസും. അതായത് തനത് നാടകങ്ങളിൽ വലിയ സെറ്റ് ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി, കറക്റ്റ് അല്ലേ? അതിനു പകരം വെളിച്ചത്തിന്റെ വിന്യാസം, എങ്ങനെയാണ് ലൈറ്റ് അറേഞ്ച്മെന്റ്, ഓക്കെ, ലളിതമായ വസ്തുക്കൾ കൊണ്ട് എങ്ങനെ സ്റ്റേജിൽ നമുക്കൊരു എന്താ പറയാ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു മാജിക്, ഒരു മാന്ത്രികത എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് റിസർച്ച് ചെയ്ത് നടപ്പിലാക്കിയ വ്യക്തിയുടെ പേരാണ് രാമാനുജൻ. ഓക്കെ. ഇപ്പൊ ജി ശങ്കരപ്പിള്ളയെ തന്നെ കറുത്ത ദൈവത്തെ തേടി എന്നുകൊണ്ട് നാടകമില്ലേ? ഓക്കെ. CNന്റെ ലങ്കാലക്ഷ്മിയുള്ള നാടകമില്ലേ? ഓക്കെ. അങ്ങനെ നിരവധി നാടകങ്ങൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് വളരെ കൂടുതലായിട്ട് എത്തിക്കേണ്ടതെന്നുള്ളതിന് അതിന് ദൃശ്യരൂപം നൽകിയ വ്യക്തിയുടെ പേരാണ് രാമാനുജൻ. ഡൺ. ഓക്കെ. അപ്പൊ നാടകരംഗത്തെ സമഗ്ര സംഭാവനക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? രാമാനുജന് ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ. എങ്കില് നമ്മൾ എക്സാമ്പിൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യാന്ന് വിചാരിക്കൂ. അപ്പൊ ആദ്യം എന്താ ചെയ്യുക? വിത്ത് പാകും, പിന്നെ വളം ഇടും, പിന്നെ അതിനെ വളർത്തും, പിന്നെന്ത് വരും? മനോഹരമായിട്ട് വരും. ഓക്കെ. പിന്നെന്താ? കൃഷി അടിപൊളിയായിട്ട് വരും. അതിനെ എന്ത് ചെയ്യണം? വെട്ടി ഒന്ന് അലങ്കരിക്കണം. കറക്റ്റ് അല്ലേ? എങ്കിൽ വിത്തുഭാഗി എന്ന് വെച്ചാൽ ആശയം. ഈ തനത് നാടക ശൈലിയുടെ വിത്തുഭാഗിതാര എം ഗോവിന്ദൻ. അതിനെ വളമിട്ട് കൊടുത്ത് സിദ്ധാന്തം പ്രബന്ധം കൊണ്ടുവന്ന ആരാ? CN ശ്രീകണ്ഠൻ നായർ. അതിനെ വളർത്തിയെടുത്തത് ആരൊക്കെയാ? കാവാലം നാരായണ പണിക്കരും ജി ശങ്കരപിള്ളയും. അതിനെ മനോഹരമായി അലങ്കരിച്ച് സാങ്കേതിക മികവ് കൊണ്ടുവന്ന ആരാ? എസ് രാമാനുജൻ. ഇങ്ങനെയും ഓർത്തു വെക്കാം. ഓക്കെ അല്ലേ? ഓർത്തു വെക്കാം. അത്രേ ഉള്ളൂ. വിത്തുപാകി, വളമിട്ടു, വളർത്തി, മനോഹരമായി അലങ്കരിച്ചു. ഒന്നുകൂടി. വിത്തുപാകി എന്ന് വെച്ചാൽ എന്താ? ആശയം. കൊണ്ടുവന്ന ആളുടെ പേര് എം ഗോവിന്ദൻ. വളമിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രബന്ധം. കൊണ്ടുവന്ന ആളുടെ പേര് CN ശ്രീകണ്ഠൻ നായർ. വളർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഒഫീഷ്യലി എന്താ പറയാ പ്രയോഗിച്ചു, പ്രായോഗത്തിൽ കൊണ്ടുവന്ന ആൾക്കാരുടെ പേര് കാവാലം നാരായണ പണിക്കർ, ജി ശങ്കരപിള്ള. അതിനെ മനോഹരമായി അലങ്കരിച്ച് പാക്ക് ചെയ്ത് സാങ്കേതിക ദൃശ്യങ്ങളിൽ കൊണ്ടുവന്ന ആളുടെ പേരാണ് എസ് രാമാനുജൻ. ഡണ്ണല്ലേ? ഓക്കെ. എങ്കിൽ നമുക്ക് PU ചെയ്താലോ? ചെയ്യാം. തനത് നാടകവേദി എന്ന പ്രബന്ധം എഴുതിയതാരാണ്? പ്രബന്ധം എഴുതിയതാരെന്നാണ് ചോദ്യം. ആരാ? CN ശ്രീകണ്ഠൻ നായർ. തനത് നാടകവേദിയെ ജനപ്രിയമാക്കിയ അല്ലെങ്കിൽ അരങ്ങിൽ എത്തിച്ച നാടക പ്രതിഭ ആരാണ്? ഒഫീഷ്യലി, അതായത് അതിനെ പ്രാക്ടിക്കൽ ആക്കിയത് ആരാണ്? കാവാലം നാരായണ പണിക്കർ. ഡണ്ണല്ലേ? നെക്സ്റ്റ്, മലയാള നാടകവേദിയിൽ തനത് നാടകവേദി എന്ന ആശയം ഔദ്യോഗികമായി പ്രബന്ധത്തിലൂടെ അവതരിപ്പിച്ച ആരാണ്? നമ്മുടെ ഓപ്ഷനിൽ കാവാലം നാരായണ പണിക്കറും ഉണ്ട്, ജി ശങ്കരപ്പിള്ളയും ഉണ്ട്, തോപ്പിൽ ബാസിയും ഉണ്ട്, CN ശ്രീകണ്ഠൻ നായരും ഉണ്ട്. ഇവരെ കുറിച്ച് എല്ലാവരെ കുറിച്ച് നമുക്കറിയാം. പ്രബന്ധം എന്ന് കേട്ട ഉടനെ ടിക്കേണ്ടത് ആരെയാണ്? CN ശ്രീകണ്ഠൻ നായർ. രണ്ടല്ലേ? കാവാലം നാരായണ പണിക്കർ രചിച്ച് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത പ്രശസ്തമായ തനത് നാടകം ഏതാണ്? കാവാലം നാരായണ പണിക്കർ എഴുതിയതായിരിക്കണം, ജി അരവിന്ദൻ സംവിധാനം ചെയ്തതായിരിക്കണം. കലി, സാക്ഷി, അവനവൻ കടമ്പ, പാട്ടവാക്കി. പാട്ടവാക്കി ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ്. ക്ലിയർ അല്ലേ? കലി, സാക്ഷി, അവനവൻ കടമ്പ ഇത് മുഴുവൻ തനത് നാടകത്തിൽ വരുന്നതാണ്. ഇതിൽ കാവാലം നാരായണ പണിക്കർ എഴുതിയതുമായിരിക്കണം, ജി അരവിന്ദൻ എന്താ സംവിധാനം ചെയ്തതുമായിരിക്കണം. അതേതാ? ഓപ്ഷൻ C, അവനവൻ കടമ്പ. ഡൺ. നെക്സ്റ്റ്,
തൃശ്ശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യ ഡയറക്ടർ ആയിരുന്ന തനത് നാടകവേദിയുടെ മുഖ്യ സംഘാടകൻ ആരാണ്? ആരാണത്? CN ശ്രീകണ്ഠൻ നായരാണോ? അല്ല. M ഗോവിന്ദനാണോ? അല്ല. NN പിള്ളയാണോ? അല്ല. പ്രൊഫസർ G ശങ്കരപിള്ളയാണോ? അതെ. ഓപ്ഷൻ സി. ദെൻ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തനത് നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ നമ്പർ 1 കലി, അല്ലെ? ഉണ്ട്. 2 ദൈവത്താർ, ഇല്ലേ? ഉണ്ട്. 3 അവനവൻ കടമ്പ, ഇല്ലേ? ഉണ്ട്. 4 കന്യക. കന്യക എന്ന് പറഞ്ഞ നാളെ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ 4 ഇല്ല. ഓക്കെ, അപ്പൊ എയും ഇല്ല, ബിയും ഇല്ല, ഡിയും ഇല്ല. സി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, എങ്കിൽ നമ്മൾ ഇന്ന് തനത് നാടകശൈലിയെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ട്. ഈ നോട്ട്സ് കയ്യിൽ വെക്കുക. ഇനി വരുന്ന എക്സാമിൽ എന്ത് ചെയ്യും? തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ എക്സാമും നമുക്ക് എന്ത് ചെയ്യും? ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് തനത് നാടകശൈലി എന്ന് പഠിച്ചു, എന്താണ് റിലീസ് നാടകശൈലി എന്ന് പഠിച്ചു, നാടകങ്ങളുടെ ഹിസ്റ്ററിയെ കുറിച്ച് പഠിച്ചു, തനത് നാടകശൈലിയിലെ പ്രധാന നാടകങ്ങളെ കുറിച്ച് പഠിച്ചു, തനത് നാടകശൈലി ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട 3 പേരെ കുറിച്ചും അതിന് സംവിധാനം ചെയ്ത രാമായണത്തെ കുറിച്ചും പഠിച്ചു. അവരുടെ കൃതികളും അവർക്ക് കിട്ടിയ അവാർഡും അവർ എന്താണ് ചെയ്തതെന്നും നാടക കളരിയെ കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇപ്പൊ നമുക്ക് ടെലിഗ്രാം ചാനൽ വായിക്കാവുന്നതാണ്. കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലുണ്ട്. കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലുണ്ട്. കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, സോ എന്താ പറയാ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ട്. ക്ലാസ് നമ്പർ 2 കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.